അവിശ്വസനീയമാം വിധം വൈവിധ്യവും വ്യത്യസ്തവുമായ ജീവജാലങ്ങൾ നിറഞ്ഞ ഒരു മനോഹരമായ ലോകമാണ് നമ്മുടെ ഭൂമി. മിക്കവാറുമുള്ള ജീവികളും ഭൂമിയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്നവയാണെങ്കിലും അത്യപൂർവമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന തികച്ചും അസാധാരണമായ ചില ജീവികളും നമ്മുടെ ലോകത്തിലുണ്ട്. അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ചില ജീവികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം പക്ഷിവർഗമാണ് ഷൂബിൽ. ഷൂസിന്റെ ആകൃതിയിലുള്ള ഇവയുടെ ചുണ്ടുകൾ കാരണമാണ് ഈ പേര് ലഭിച്ചത്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് പണ്ട് കാലത്തിൽ വംശനാശം സംഭവിച്ച ഏതോ ജീവിയെ പോലെ തോന്നും. നിർഭാഗ്യവശാൽ ഈ പക്ഷി ശരിക്കും ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. 3000 മുതൽ 5000 ഷൂബിൽസ് മാത്രമേ ഇന്ന് ലോകത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഇവ വളരെ സോളിറ്ററി ആയ ജീവികളാണ്. അതായത് മറ്റു ജീവികളുമായിട്ട് അധികം ഇടപഴകാറില്ല. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ ഈ പക്ഷികളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ദൂരെ നിന്ന് കാണുമ്പോൾ ഇത് ചെറിയൊരു പക്ഷിയായിട്ട് തോന്നും. എന്നാൽ ഇതിന് 5 അടിയോളം ഉയരം വെക്കാൻ കഴിയും. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ഏകദേശം ഉയരം ഒരു വലിയ ഷൂബിലിനും ഉണ്ടായിരിക്കാം. ചിറക് വിരിക്കുമ്പോഴാണെങ്കിൽ ഏകദേശം 8 അടിയോളം വരെ വീതിയും ഉണ്ടായിരിക്കാം. അതിനു പുറമെ ഇതിന്റെ കണ്ണുകൾക്ക് തുറിച്ചു നോക്കുന്നത് പോലത്തെ പ്രതീതിയാണ്. ചിറകും വിരിച്ച് ഇത്രയും വലിയൊരു പക്ഷി നമുക്ക് നേരെ തുറിച്ചു നോക്കിക്കൊണ്ട് വരുന്നത് കണ്ടാൽ തീർച്ചയായും നമുക്ക് പേടി തോന്നും. പോളാർ ബിയേഴ്സിന്റെ നിറം നമുക്കറിയാം, വെള്ളയാണ്. വെള്ളയല്ല, അതിന്റെ രോമം ശരിക്കും ട്രാൻസ്പെരന്റ് ആണ്. സ്കിന്നാണെങ്കിൽ കറുപ്പ് നിറവും. എന്തായാലും സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പോളാർ ബിയേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു പർപ്പിൾ നിറത്തിലുള്ള ധ്രുവകരടിയുടെ ചിത്രം കണ്ടാലോ? അത് തീർച്ചയായും ഫേക്ക് ആണെന്നേ നമ്മൾ കരുതുകയുള്ളൂ. എന്നാൽ ഇത് ശരിക്കുമുള്ള ഒരു കരടിയായിരുന്നു. പെലൂസ എന്നാണ് ഇതിന് നൽകിയ പേര്. അർജന്റീനയിലെ ഒരു മൃഗശാലയിലായിരുന്ന പെലൂസ ശരിക്കും പർപ്പിൾ നിറത്തിലല്ല ജനിച്ചത്. മറിച്ച് സാധാരണ മറ്റു പോളാർ ബിയേഴ്സിനെ പോലെ ഇതിനും വെള്ള നിറം തന്നെ ആയിരുന്നു. പക്ഷെ ഒരിക്കൽ പെലൂസയ്ക്ക് ഡെർമാറ്റൈറ്റിസ് എന്നൊരു അസുഖം ബാധിച്ചു. അത് സ്കിന്നിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. തെറ്റായ ഒരുതരം ആന്റിസെപ്റ്റിക് മരുന്ന് മൃഗശാലയിലെ ഒരാൾ പെലൂസയുടെ ദേഹത്ത് മുഴുവൻ സ്പ്രേ ചെയ്തു. അയാൾ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത്. പക്ഷെ മണ്ടന്മാര് നല്ലതാണെന്ന് കരുതി ചെയ്യുന്നതെല്ലാം മിക്കവാറും മറ്റുള്ളവർക്ക് പാരയായി മാറുകയാണ് പതിവ്. അത് തന്നെ പാവം പെലൂസയ്ക്കും സംഭവിച്ചു. മരുന്നിന്റെ റിയാക്ഷൻ കാരണം അതിന്റെ രോമം മുഴുവൻ പർപ്പിൾ നിറമായി മാറി. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെയും ഒരുപക്ഷെ അവസാനത്തെയും പർപ്പിൾ പോളാർ ബിയർ ഉണ്ടായത്. പക്ഷെ അത് താൽക്കാലികമായ മാറ്റം മാത്രമായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ കൃത്യമായ മരുന്നുകൾ നൽകി പെലൂസയുടെ നിറം പഴയതുപോലെയാക്കി മാറ്റിയെടുത്തു. നമ്മളെല്ലാവരും ധാരാളം കണ്ടിട്ടുള്ള ഒരു ജീവിയായിരിക്കും പുൽച്ചാടി. പക്ഷേ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പുൽച്ചാടികൾക്ക് പച്ച നിറമായിരിക്കും. എന്നാൽ പിങ്ക് നിറത്തിലുള്ള പുൽച്ചാടികളെ കണ്ടിട്ടുണ്ടോ? അതെ, വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്നവയാണ് പിങ്ക് പുൽച്ചാടികൾ. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചായിരിക്കും ഇങ്ങനെ പുൽച്ചാടികളുടെ നിറവും പിങ്കായി മാറുന്നതെന്നായിരുന്നു പണ്ട് കരുതിയിരുന്നത്. എന്നാൽ ശരിക്കും ഇതൊരു ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം സംഭവിക്കുന്നതാണ്. ഈ മ്യൂട്ടേഷൻ കാരണം പുൽച്ചാടിയുടെ ശരീരത്തിൽ പച്ച നിറത്തിന്റെ ഉൽപാദനം കുറയുകയും അതിന് പകരം ചുവന്ന നിറത്തിന്റെ ഉൽപാദനം കാര്യമായി വർദ്ധിക്കുകയും ചെയ്യും. എരിത്രിസം എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര്. ആകെ വെറും 1% പുൽച്ചാടികളിൽ മാത്രമേ ഈ ഒരു പ്രതിഭാസം സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഇവയുടെ അതിജീവനത്തിന് പച്ച നിറം വളരെ അത്യാവശ്യമാണ്. കാരണം പിങ്ക് നിറമാണെങ്കിൽ മറ്റു ജീവികൾ ഇവയെ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിങ്ക് പുൽച്ചാടികളെ വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. ഒരുപാട് പേരുടെ ഇഷ്ടഭക്ഷണമാണ് ലോബ്സ്റ്റർ, അതായത് കൊഞ്ച്. സാധാരണ കൊഞ്ചുകൾക്കൊക്കെ ഇരുണ്ട നിറമായിരിക്കും. എന്നാൽ അപൂർവമായി മാത്രം ചിലപ്പോൾ നീല ലോബ്സ്റ്ററിനെ പിടികൂടാറുണ്ട്. 20 ലക്ഷത്തിൽ 1 മാത്രമേ ഇങ്ങനെ നീല നിറം വയ്ക്കുകയുള്ളൂ. ഇതിനേക്കാൾ അപൂർവമായി കാണപ്പെടുന്നത് സ്പ്ലിറ്റ് കളർ ലോബ്സ്റ്റേഴ്സ് ആണ്. പേര് പോലെ തന്നെ ഇവയുടെ ഒരു വശം ഒരു നിറവും മറ്റേ വശം വേറൊരു നിറവുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ മുട്ടയിൽ സംഭവിക്കുന്ന സെൽ ഫ്യൂഷൻ കാരണം അതിൽ 2 തരം DNA ഒരുമിച്ച് ചേരുന്നതിനാലായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. 5 കോടിയിൽ 1 ലോബ്സ്റ്ററിന് മാത്രമേ ഈ രീതിയിലുള്ള നിറം കിട്ടുകയുള്ളൂ. ഇതേ പ്രതിഭാസം മറ്റ് ജീവികൾക്കും സംഭവിക്കാറുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ടോർട്ടി പൂച്ചകൾ. പക്ഷെ ആൺ ടോർട്ടി പൂച്ചകളിൽ ഈ പ്രതിഭാസം സർവ്വസാധാരണമാണ്. എന്തായാലും സ്പ്ലിറ്റ് കളേർഡ് ലോബ്സ്റ്റർ വളരെ അപൂർവമാണെങ്കിലും യഥാർത്ഥത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോബ്സ്റ്റർ ഇതല്ല. അത് ശരിക്കും വൈറ്റ് ലോബ്സ്റ്റർ ആണ്. 10 കോടിയിൽ 1 മാത്രമായിരിക്കും ഇങ്ങനെ വെള്ള നിറം ഉണ്ടാകുന്നത്.
പക്ഷെ ഇത് കാണുമ്പോൾ ആൽബിനിസം എന്ന അവസ്ഥയായിരിക്കുമെന്ന് കരുതരുത്. ആൽബിനിസം എന്ന് വെച്ചാൽ ശരീരത്തിന് നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് തീരെ കുറഞ്ഞതോ ആയ അവസ്ഥയാണ്. അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. പക്ഷികൾ, സസ്തനികൾ, ഉരകജീവികൾ, ഉഭയജീവികൾ അങ്ങനെ എല്ലാത്തരം ജീവിവർഗങ്ങളിലും ആൽബിനിസം കാണപ്പെടാറുണ്ട്. പക്ഷേ ഈ വൈറ്റ് ലോബ്സ്റ്ററിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ശരിക്കും ആൽബിനിസം അല്ല, പകരം ല്യൂസിസം എന്ന മറ്റൊരു അപൂർവ പ്രതിഭാസമാണ്. ശരീരത്തിന് നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടും ആ നിറങ്ങളെ സ്കിന്നിൽ അല്ലെങ്കിൽ തൂവലിൽ അതുമല്ലെങ്കിൽ രോമങ്ങളിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ല്യൂസിസം. ലോബ്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല പല ജീവി വർഗ്ഗങ്ങൾക്കും ഇത് സംഭവിക്കാറുണ്ട്. വെള്ള കടുവയെയും വെള്ള സിംഹങ്ങളെയും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അതെല്ലാം ല്യൂസിസമാണ്, അല്ലാതെ ആൽബിനിസം അല്ല. കാലിഫോർണിയയിൽ കാണപ്പെടുന്ന വളരെ അപൂർവമായ ഒരുതരം കഴുകാണ് കാലിഫോർണിയൻ കോണ്ടോർ. ഒരുപക്ഷെ ഇതായിരിക്കും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ കഴുക്. സാധാരണ മനുഷ്യൻ കാരണം വംശനാശം സംഭവിച്ച ജീവികളെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ കാലിഫോർണിയ കോണ്ടോറിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. അതായത് മനുഷ്യർ ഇതിനെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പണ്ടേ തന്നെ പ്രകൃതിയിൽ ഇതിനെ വംശനാശം സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ 1987 ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി അവശേഷിച്ച വെറും 27 കഴുകുകളെയും പിടികൂടി. എന്നിട്ട് അവയെ മൃഗശാലയിൽ കൊണ്ടുപോയി പരിപാലിക്കുകയും സൂക്ഷ്മമായ ബ്രീഡിങ്ങിലൂടെ അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2022 കണക്കനുസരിച്ച് ഇന്ന് ഏകദേശം 558 കാലിഫോർണിയ കോണ്ടോഴ്സ് ഉണ്ട്. ഇപ്പോൾ US വളരെ സുരക്ഷിതമായ ചില മേഖലകളിൽ ഇവയെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് നശിപ്പിക്കാൻ മാത്രമല്ല, വേണമെങ്കിൽ തീർച്ചയായും സംരക്ഷിക്കാനും കഴിയും. പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന സാബർ ടൂത്ത്ഡ് കാറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സാബർ ടൂത്ത്ഡ് വെയിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, അത്തരമൊരു തിമിംഗലമുണ്ട്. പസഫിക് മഹാസമുദ്രത്തിന്റെ നോർത്ത് ഭാഗത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. സാബർ ടൂത്ത്ഡ് കാറ്റിന് സമാനമായ 2 പല്ലുകൾ തന്നെയാണ് ഈ തിമിംഗലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവ ഏകദേശം 18 അടിയോളം നീളവും 5000 കിലോഗ്രാമോളം ഭാരവും വെക്കാറുണ്ട്. ഇതിൽ ആൺ തിമിംഗലങ്ങളിൽ മാത്രമേ മുന്നിൽ സാബർ പോലത്തെ പല്ലുകൾ കാണാൻ കഴിയൂ. പെൺതിമിംഗലങ്ങൾക്കുമുണ്ട്, പക്ഷേ അത് പുറത്ത് കാണാൻ പറ്റില്ല. ഇവയുടെ രീതികളെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും തന്നെ അറിയില്ല. നമുക്കിവയെ എളുപ്പത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം. എന്തെന്നാൽ തണുത്തു മരവിച്ച ആർട്ടിക് സമുദ്രത്തിന്റെ ഏകദേശം 5000-ഓളം അടി ആഴങ്ങളിലാണ് ഇവ സാധാരണ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ നിരീക്ഷിക്കാനും പഠിക്കാനും എല്ലാം വളരെ പ്രയാസമാണ്. ശരിക്കും കരയിൽ വന്നടിഞ്ഞിട്ടുള്ള ഇവയുടെ ശരീരങ്ങളിൽ നിന്നുമാണ് ഇവയെക്കുറിച്ച് കൂടുതലായും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവ വംശനാശത്തിന്റെ വക്കിലാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത്രയേറെ അപൂർവമായി മാത്രമേ മനുഷ്യർ ഇവയെ കണ്ടിട്ടുള്ളൂ. റഷ്യയിലും നോർത്ത് ചൈനയിലും കാണപ്പെടുന്ന ഒരുതരം വലിയ പൂച്ചവർഗമാണ് അമൂർ ലെപ്പേർഡ്. വലിയ പൂച്ചവർഗങ്ങളിൽ ഇവ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും അപൂർവ ഇനം. ഇവ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ലെപ്പേർഡ്സിനേക്കാൾ ചെറുതാണ്. കടുവകളെ പോലെ ഇവയും വളരെ ടെറിറ്റോറിയലും ഏകാന്ത ജീവിതം നയിക്കുന്നവയുമാണ്. നൈറ്റ് വിഷൻ ക്യാമറകളെ പോലെ ഇവയ്ക്ക് രാത്രിയിലും കാഴ്ചശക്തിയുള്ളതിനാൽ ഇവ രാത്രിയിലാണ് കൂടുതലും വേട്ടയാടുന്നത്. നേരത്തെ കാലിഫോർണിയൻ കഴുകിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതും പണ്ട് വംശനാശത്തിന്റെ വക്കിലെത്തിയതാണ്. 1970-കളിൽ ഇതിന്റെ എണ്ണം വെറും 30 കുറഞ്ഞിരുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം മനുഷ്യർ തന്നെയാണ്. അതായത് വനം വെട്ടി നശിപ്പിക്കലും വേട്ടയാടലുമൊക്കെ കാരണമാണ് ഇത് ഈ നിലയിലെത്തിയത്. എന്നാൽ മനുഷ്യർ ഇതിനെ പല വിധത്തിലും സംരക്ഷിക്കാൻ ശ്രമിച്ചത് കാരണം ഇന്ന് ഏകദേശം 100ഓളം അമൂർ ലെപ്പേർഡ്സ് ഉണ്ട്. ഇത് വനത്തിലുള്ള കണക്കാണ്. ബന്ധനത്തിലാണെങ്കിൽ 200-ലധികം അമൂർ ലെപ്പേർഡ്സ് ഉണ്ടെന്നാണ് നിഗമനം. ഇനി ഇതിനെ തീർച്ചയായും നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ കാണ്ടാമൃഗവർഗമാണ് സുമാത്രൻ റൈനോസറസ്. എന്നുവെച്ച് ഇവ തീരെ ചെറിയ മൃഗങ്ങളൊന്നുമല്ല. 5 അടിയോളം ഉയരവും 10 അടിയിൽ കൂടുതൽ നീളവും 850 കിലോഗ്രാമോളം ഭാരവും വയ്ക്കുന്ന വലിയ ജീവികളാണ് സുമാത്രൻ റൈനോസ്. പേര് പോലെ തന്നെ ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിലാണ് ഇവ പ്രധാനമായും ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇവ വംശനാശത്തിന്റെ അങ്ങേയറ്റത്തിലാണ്. ഇന്ന് ലോകത്തിലാകെ വെറും 50ഓളം സുമാത്രൻ റൈനോസ് മാത്രമേയുള്ളൂ. ഇതുപോലെ തന്നെ മറ്റൊരു റൈനോ സ്പീഷീസ് ആണ് ജാവൻ റൈനോസറസ്. ഇന്തോനേഷ്യയിലെ മറ്റൊരു ദ്വീപായ ജാവയിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവ പക്ഷേ വലിയ റൈനോകളാണ്. 13 അടിയിൽ കൂടുതൽ നീളവും 5.5 അടിയിൽ കൂടുതൽ ഉയരവും 2300 കിലോഗ്രാമോളം ഭാരവും വെക്കാറുണ്ട്. ഇവയും വളരെ അപൂർവമായ റൈനോകളാണ്. കാരണം ഇനി ലോകത്തിലാകെ 70ഓളം ജാവൻ റൈനോകൾ മാത്രമേ ബാക്കിയുള്ളൂ. അവയെല്ലാം ജാവയിലെ ഒരു നാഷണൽ പാർക്കിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന മറ്റൊരു ജീവിയാണ് ഹൈനൻ ഗിബൺ. ഇവയാണ് ലോകത്തിലെ ഏറ്റവും റെയറസ്റ്റ് ആയ പ്രൈമേറ്റുകൾ.
ചൈനയുടെ ഹൈനൻ എന്ന ദ്വീപിലെ ഒരു സംരക്ഷിത മേഖലയിൽ മാത്രമേ ഇന്ന് ഇതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതും വെറും 25ഓളം ഹൈനൻ ഗിബൺസ് മാത്രം. നിർഭാഗ്യവശാൽ ഇവയെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. നിലവിൽ ലോകത്തിലെ ഏറ്റവും റെയറസ്റ്റ് ആയ മൃഗമായിട്ട് പരിഗണിക്കുന്നത് വാക്യുറ്റ എന്നൊരു തരം പോർപോയിസിനെയാണ്. വെയിൽസിനെയും ഡോൾഫിൻസിനെയും പോലെ മറ്റൊരു തരം സെറ്റേഷ്യൻ ജീവി വർഗമാണ് പോർപോയിസുകൾ. 7 തരം പോർപോയിസുകളാണ് ഉള്ളത്. അതിലൊന്നാണ് വാക്യുറ്റ. ഇനി ലോകത്തിൽ വെറും 10 വാക്യുറ്റകൾ പോലും അവശേഷിക്കുന്നില്ല എന്നാണ് നിഗമനം. ഇവയെ സംരക്ഷിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ വാക്യുറ്റകളെ ബന്ധനത്തിൽ വെക്കാൻ കഴിയില്ല. അങ്ങനെ വെച്ചാൽ ഇവ അധികകാലം അതിജീവിക്കില്ല. അതുകൊണ്ട് ഇവയെ സംരക്ഷിക്കാനും കഴിയില്ല. മറ്റു മീനുകളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വലയിൽ കൊടുങ്ങുന്നതാണ് വാക്യുറ്റകൾ ഇപ്പോൾ വംശനാശത്തിന്റെ അതിരിലെത്താൻ കാരണം. ഇനി വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇവയ്ക്ക് വംശനാശം സംഭവിക്കുമെന്നത് തീർച്ചയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.